ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ് ദാണ്ട് ബ്ലാക്കി എടുത്ത് ഇച്ചിരി നേരം കൊഞ്ചിക്കുന്ന പരിപാടി ഉള്ളതാട്ടോ. അവന് ഭയങ്കര ചൂടാണ് അവൻ്റെ ശരീരം. അപ്പം മഴ പെയ്തപ്പോൾ ഞാൻ അവനെയും കൊണ്ടൊന്ന് ഇറങ്ങി അവനൊന്ന് വെള്ളം ഒഴിക്കുക, അവൻ്റെ ദേഹത്തിച്ച് വെള്ളം വീഴട്ടെ. അവന് ഒട്ടും ഇഷ്ടമല്ല തണുപ്പ്. അവന് ഭയങ്കര വിറയില്ല തണുപ്പായ. നോക്കെ അവനെ നനച്ച് ഞാനും നനഞ്ഞ് അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്ന് റെഡിയായി ദാണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക കേട്ടോ. റാഗിയുടെ ഇഡലിയും ചമ്മന്തി കേട്ടോ. അപ്പോൾ അതാണ്ട് 3 ഇഡലിയൊക്കെ എടുത്ത് ഞാൻ ആ ചമ്മന്തിയിൽ ഇഡലി ഇട്ടെന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ കുളിപ്പിച്ച് കിടത്തി ഇഡലിയെ അങ്ങനെ ഞാൻ കഴിക്കുന്ന കേട്ടോ. എനിക്ക് ഇച്ചിരി കറിയൊക്കെ തോനെ വേണം ഗൈസ്. അപ്പോൾ അതാണ്ട് നല്ല റാഗി ഇഡലി നല്ലതാണ്, റാഗി ദോശയും നല്ലതാണ്. നമ്മൾ റാഗി അരിയുടെ കൂടെ കുറച്ച് റാഗിയും കൂടെ, റാഗി എന്ന് പറയുന്ന കൂരവും കൂടെ ഇട്ട് കുതിർത്തിടുന്നേ ഉള്ളൂ കേട്ടോ. നല്ലതാ റാഗി നമ്മൾ കഴിക്കുന്നതൊക്കെ. അങ്ങനെ കണ്ടത് ഞാൻ നല്ല ഇഡലിയൊക്കെ ആസ്വദിച്ച്. കുറച്ച് എരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ മുളകൊക്കെ അതിനകത്തോട്ട് നമ്മൾ വറ്റൽമുളക് കടുക് വറുക്കുന്ന മുളകൊക്കെ അതിനകത്തോട്ടിട്ട് പിഴിഞ്ഞ് ആ ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. ഇനി ഞാൻ ഇഡലിയൊക്കെ കഴിച്ചിട്ട് രാവിലെ നമ്മളെ ഉച്ചയ്ക്കത്തെ പരിപാടിയിലോട്ട് കയറാൻ പോവാണ്. അപ്പം 3 അയില ഞാൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ആ അയില നമുക്ക് വറുത്തരച്ച് കറി വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പം ഞാൻ നല്ല തേങ്ങയൊക്കെ തിരുവി തേങ്ങ മിക്സിയിലൊന്ന് കറക്കണം, ക്രഷ് ചെയ്യണം പതുക്കെ, തിരിച്ചേ കറക്കാവൂ കേട്ടോ. അപ്പോൾ പൊടിഞ്ഞ് ഒരേ പരുവത്തിൽ വരും. അപ്പം നമുക്ക് തേങ്ങ മൂത്ത് വരുമ്പം എല്ലാം ഒരേ പരുവത്തിൽ മൂത്ത് വരും. അപ്പോൾ അതാണ് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കുറച്ച് കുരുമുളക് ഇട്ട് ഇത് ഇത്രയും കൂടി ഇട്ടിട്ടാണ് ഞാൻ തേങ്ങ വറുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ തേങ്ങ വറുക്കാനൊക്കെ അടുപ്പിൽ വെച്ച് കുരുമുളക് ഇപ്പോഴേ ഇടത്തില്ല, ഇച്ചിരി ഒന്ന് ആ വെള്ളമയൊക്കെ മാറുമ്പോഴേ കുരുമുളക് തട്ടിയിടത്തോളൂ. അപ്പോൾ കുരുമുളകൊക്കെ ഇട്ട് ഞാൻ നമ്മളെ ഈ ഒരു പിടി നമ്മളെ ഇരുമ്പേട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാടും, ഭയങ്കര സൗണ്ടുമാണ്. അതുകൊണ്ട് ഞാൻ സൗണ്ടെല്ലാം കുറച്ചിട്ട് വീഡിയോയിൽ സൗണ്ട് വോയിസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ തേങ്ങയെല്ലാം ഒരുവിധം മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും കൂടി ഇട്ട് അതും നമ്മൾ മിക്സിയുടെ ജാറി ഇടുമ്പോൾ അതും ഒന്ന് പൊടിച്ചേ ഇടാവൂ. ഒന്ന് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോൾ നല്ല എണ്ണ തെളിഞ്ഞ് വരും. അതാണ് നമ്മൾ ചട്ടിയിലൊക്കെ കലക്കി തക്കാളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് പിന്നെ നമ്മൾ തിളയ്ക്കുമ്പോൾ മീനിടും. ചിലപ്പോൾ തിളയ്ക്കുന്നതിന് മുമ്പേ മീനിടും. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ മീനൊക്കെ കറി വെച്ച് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടി ഉച്ച സമയമായപ്പോൾ അച്ഛന് ചോറ് കൊടുക്കാനുള്ള, അച്ഛന് കറക്റ്റ് 1 മണിയുടെ അപ്പുറത്തോട്ട് അച്ഛൻ പോകത്തില്ല. 1 മണിയാകുമ്പോഴേ 1 മണിക്ക് അപ്പുറത്തോട്ട് പോയി അച്ഛൻ ചോദിക്കും, മോളെ ഒന്നും ആയില്ലേ? ഞാൻ എല്ലാം ആയച്ച ഇപ്പം തരാം. അച്ഛൻ പുറത്തൊന്നും പോയി ഒരു ആഹാരങ്ങളും കഴിക്കത്തില്ല. നമ്മൾ വീട്ടിൽ എന്ത് കൊടുക്കുന്നു അത് കൂട്ടിയേ അച്ഛൻ കഴിക്കത്തുള്ളൂ. അങ്ങനെ അച്ഛൻ ചോറൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ പോയി ചേച്ചിയും ചേട്ടനും മോനും കൂടെ കൊണ്ടുപോയി. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ ചായയൊക്കെ ഇട്ട് നമ്മളെ സുപ്രീമില ഉഴുന്നുവട, പിന്നെ നമ്മുടെ രതീഷ് എന്ന് പറയുന്ന വാഴയ്ക്കാപ്പം, ഇവിടെ അങ്ങനെ പറയുന്നത്. ഏത്തയ്ക്കാപ്പം എന്ന് പറയും, വാഴയ്ക്കാപ്പം എന്ന് പറയും, പഴംപൊരി എന്ന് പറയും, എന്ത് വേണേലും പറയാം. അങ്ങനെ സുപ്രീമില എല്ലാം കൊണ്ടുവന്ന് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. സുപ്രീമിൽ നിന്ന് എടുത്ത് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കുന്ന വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ആ ഒരു ഏത്തയ്ക്കാപ്പത്തിനൊന്നും നമ്മൾ 5 രൂപ കടിയുടെ ഒരു ടേസ്റ്റും എനിക്ക് തോന്നിയില്ല കേട്ടോ. അതിനകത്ത് നിറച്ച് മാവും സംഭവങ്ങളും മാവിനകത്ത് മധുരവും ഇട്ട് മുക്കിയൊക്കെയാണ് പൊരിക്കുന്നത്. ഇരട്ടി പൈസയുമാണ്. എന്നാലും ചേട്ടൻ സുപ്രീമിൽ നിന്നേ മേടിക്കത്തുള്ളൂ കേട്ടോ. അവരൊക്കെ കൊല്ലക്കാരല്ലേ, VIP. നമ്മളൊക്കെ 5 രൂപ കടിയൊക്കെ പോകും നമുക്ക് കേട്ടോ. അപ്പം വാഴയ്ക്കാപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിനെയൊക്കെ കുറ്റം പറയുക കേട്ടോ. എന്ന് വെച്ചാൽ അതിനകത്ത് തൊലിയാണ് കൂടുതൽ. മാവ് വെച്ച് നിറച്ച് ഏത്തയ്ക്ക മുക്കി അങ്ങ് പൊരിക്കും. ഇത് തന്നെ നടക്കുന്നത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ചിക്കൻ്റെ ചിപ്സാണെന്നൊക്കെ പറഞ്ഞത്. അത് അപ്പൂ പ്ലേറ്റിനകത്തിട്ട് വാരത്തിന്ന് അവൻ ചിക്കൻ എന്ന് കേൾക്കുമ്പോഴേ കമന്ന് വീഴും. അങ്ങനെ അമ്മയുടെ കാലെല്ലാം കൊണ്ട് കാണിച്ച്, അമ്മയുടെ കാല് ഡയബറ്റിക്കിൻ്റെ കുറച്ച് ഒരു എന്തുവാ പറയുന്നത്, ഡയബറ്റിക്ക് വന്ന് പഴുത്ത്, അത് തന്നെ അത് ഇൻഫെക്ഷനായി. അപ്പോൾ അമ്മയ്ക്ക് 15 ദിവസത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, കാലനക്കരുത്. അപ്പോൾ ഡ്യൂട്ടി മൊത്തം എനിക്ക് തന്നെ കേട്ടോ. അമ്മ ഫുൾ റെസ്റ്റ്. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി നമ്മൾ തൂത്ത് എത്ര വട്ടം ഒരു ദിവസം പാത്രങ്ങൾ കഴുകുമെന്ന് നമുക്ക്
നമുക്ക് പോലും അറിയാം. എന്നും പാത്രം കഴുകും തോടൊപ്പം തന്നെ ഇത് എത്ര ഇപ്പോൾ ഈ വൃത്തിയാക്കിയിട്ടില്ലേ, ഇനി രാത്രി കയറുമ്പോഴത്തേക്ക് ഇത് പിന്നെയും ഒന്നും കൂടെ വൃത്തിയാക്കണം. അങ്ങനെ തന്നെ നമ്മളുടെ വൈകിട്ടത്തെ ജോലിയൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞ് കേട്ടോ, കഴിഞ്ഞ്. അപ്പോൾ അതാണ്ട് ഇനി നമ്മൾ വൈകിട്ട് മിറ്റം തൂപ്പ് ഇതെല്ലാം എൻ്റെ അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ വൈകിട്ട് ഇവിടെ നിന്ന് ഇതെല്ലാം തൂത്തുവാരി വിളക്കത്തിപ്പും ഒക്കെ അമ്മയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഈ ഡ്യൂട്ടിയെല്ലാം ഞാൻ ഏറ്റെടുത്ത് തണ്ട തൂത്തിട്ടെല്ലാം വന്ന് കുളിച്ച് നമ്മളിനി വിളക്കത്തിക്കാൻ പോവുക കേട്ടോ. വിളക്കൊരുക്കണം, കത്തിക്കണം. നമ്മൾ കൊച്ചൊരു പൂജാമുറി, അതിനകത്ത് വലിയ പാടൊന്നും ഇല്ലെങ്കിലും അതൊന്നും അതിനകത്ത് നിന്ന് നമ്മൾ തുടച്ച് വൃത്തിയൊക്കെ ആക്കി എടുക്കാൻ ഇച്ചിരി പാടാ. അപ്പോൾ താണ്ട ഞാൻ വിളക്കൊക്കെ കത്തിച്ച് ഇനി ഞാൻ താണ്ട ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. പോകുന്ന വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് കാണാം. വിളക്കൊക്കെ കത്തിച്ചിട്ട് നമുക്ക് ലതച്ചേച്ചി അടച്ച് കാരയ്ക്ക വെച്ചേക്കുന്നത് നമ്മളെ മുത്ത് വരുമല്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതെടുക്കാൻ പോവുകയാണ്. ചെന്നിട്ട് കാണിക്കാം. തറയിൽ കിടക്കാൻ വയ്യ ഇവിടെ. അത് ഗേറ്റ് ഇട്ടപ്പോഴത്തേക്ക് അവരെ മതിലിന്റെ വേളി കയറി ഇരിക്കുന്നതാ. അപ്പുറത്ത് ചാടത്തില്ലേ? ചാട്, അത് ഇതിന്റെ വഴിയൊക്കെ ആക്കിയില്ലേ? ഇപ്പൊ വൃത്തിയായി വഴിയായപ്പോഴേ. മഴ പെയ്യുമ്പോ തെന്നി വീഴരുത്. പരിക്കനുണ്ടോ? ഇപ്പൊ നമ്മൾ ഇവിടാണ് കാരക്ക എടുക്കാൻ വന്നത്. മരം മുറിച്ച് കളഞ്ഞില്ലേ? അത് കാരക്ക മരമാണോ? ഇനി മൊത്തത്തിൽ മുറിച്ചില്ല അല്ലേ? കരകത്തിലെ ലതച്ചേച്ചി ഇവിടെ നിന്നാണ് ഞാൻ ലവലോലിക്കൊക്കെ മുത്തിന് പിച്ചുന്നത്. എല്ലാം മുറിച്ച് കളയാന്ന്, ഞങ്ങളെ വീട്ടിലും എല്ലാം മുറിച്ച് കളഞ്ഞു. അപ്പോൾ അതാണ്ട് അവിടെ ഞാൻ നിന്നില്ല, പെട്ടെന്ന് തന്നെ വന്ന്. എന്ന് വെച്ചാൽ നമുക്ക് രാത്രിയിൽ അച്ഛന് ഫുഡ് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം. അപ്പോൾ അതാണ്ട് റാഗിയുടെ ദോശ, രാവിലെ ഇഡലി, വൈകിട്ട് ദോശ. അപ്പോൾ അതാണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി. രാത്രി ഇതൊക്കെ തന്നെ വിശേഷം കേട്ടോ. ഇനി അച്ഛന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം, എനിക്ക് കഴിക്കണം. അപ്പം നല്ലതാട്ടോ റാഗിയുടെ ദോശ. ഷുഗറുള്ളവർക്ക് കഴിക്കാനും എല്ലാവർക്കും നല്ലതാട്ടോ. ഡയറ്റ് എടുക്കുന്നവർക്ക് കഴിക്കാനും. റാഗി മാത്രം ഇട്ട് കഴിക്കണം, അതിനകത്ത് അരി ഇടരുത്. അപ്പോൾ അതാണ്ട് ദോശയൊക്കെ ചുട്ടു കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ്ട് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞേക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.